സ്വർണ്ണക്കടത്ത് വിവാദത്തിന് പിന്നാലെ സർക്കാരിന് സിപിഎമ്മിന്റെ നിയന്ത്രണ രേഖ വരികയാണോ? കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ യോഗം വിളിച്ചു ചേർത്ത സാഹചര്യത്തിലാണ് ഈ ചോദ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ പാർട്ടി ഇടപെടുമെന്നും വഴിതെറ്റുന്ന സ്ഥിതി ഉണ്ടായാൽ തിരുത്തുമെന്നും കഴിഞ്ഞ ദിവസം കോടിയേരി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച ഇടതുമുന്നണി യോഗവും ചേരും. സിപിഐയുടെ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് യോഗം. സർക്കാരിന് പാർട്ടിയുടെ മൂക്കുകയർ വരുമോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP, ശ്രീ VPP മുസ്തഫ CPIM നേതാവ്, ശ്രീ P ശിവശങ്കരൻ BJP നേതാവ്, ശ്രീ NP ചേക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവർ. ആദ്യം ശ്രീ VPP മുസ്തഫ, മുൻകാലങ്ങളിലൊക്കെ CPIM ഭരണത്തിൽ ഒരു നിയന്ത്രണ സംവിധാനമായി, ഒരു പാർട്ടി സംവിധാനമായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അങ്ങനെ ഒന്നില്ല എന്നാണ് പൊതുവെ ഉള്ള ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഒരു വലിയ വിവാദ ചുഴിയിൽ അകപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ പാർട്ടി അതിന്റെ ഒരു നിയന്ത്രണ സംവിധാനം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇടപെടൽ ഭരണത്തിൽ കൊണ്ടുവരാൻ ആലോചിക്കുകയാണോ? അങ്ങനെയുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത്? താങ്കളുടെ ചോദ്യത്തിന്റെ ഒരു പ്രശ്നം അഭിലാഷ്, പിണറായി വിജയൻ പാർട്ടിക്ക് മേലെ ആണ്, പാർട്ടിക്ക് യാതൊരു നിയന്ത്രണവും പിണറായി വിജയന്റെ മേലെ ഇല്ല എന്ന തോന്നൽ ഉണ്ടാക്കാനുള്ള ഒരു അവതരണമാണ് ആദ്യം കാണേണ്ടത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലുമായിട്ടുള്ള അഭിമുഖത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സംവിധാനത്തെ അദ്ദേഹം പേടിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടി സംവിധാനത്തെയാണ്. അത്രമാത്രം പാർട്ടിക്ക് വിധേയമായി ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. കേരളത്തിൽ നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വേളയിലും ഇപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുമെല്ലാം പാർട്ടിക്കെതിരെ വന്നിട്ടുള്ള വെല്ലുവിളികളെ, പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളെ എത്ര ശരിയായ നിലയിലാണ് പാർട്ടിക്ക് വിധേയമായി നിന്ന് അദ്ദേഹം നിയന്ത്രിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നേരത്തെ ഇപ്പോൾ നമ്മുടെ ഈ പാനലിലുള്ള ശ്രീ പ്രേമചന്ദ്രൻ കൂടി ഭാഗമായിരുന്ന 2006 LDF ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് VS-ഉം പാർട്ടിയും വേറെ എന്ന തോന്നലുള്ള മുഖ്യമന്ത്രിയായിരുന്ന VS-ഉം പാർട്ടിയും വേറെ എന്ന തോന്നലുളവാക്കുന്ന ചർച്ചയാണ് ഉണ്ടായത്. അതുപോലെ ഇപ്പോ മുഖ്യമന്ത്രിയായ പിണറായിയും പാർട്ടിയും വേറെയാണ്. അതുകൊണ്ട് അത് അങ്ങനെ ഒന്നില്ല. കാരണം പാർട്ടിയുടെ വിധേയമായിട്ട് മാത്രമേ ആരായാലും പോവുകയുള്ളൂ എന്നുള്ളത് CPIMനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ്. പിണറായി ആണെങ്കിൽ അങ്ങനെ തന്നെ പാർട്ടിക്ക് വിധേയമായി നിൽക്കുന്ന ഒരാളാണ്. ശരി, യോഗത്തെ സംബന്ധിച്ച് ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പൊ ഈ ചോദ്യം ഉയരാനുള്ള സാഹചര്യം നമ്മുടെ മുൻപിലുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, നിയമനങ്ങളുടെ രീതികൾ, കൺസൾട്ടൻസി രാജ്, ഇതൊക്കെ ഇടതുപക്ഷ സമീപനത്തിന് ചേർന്നതാണോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പാർട്ടി നയത്തിന് അനുസൃതമാണോ അല്ലയോ എന്നുള്ള കാര്യം പാർട്ടി, അത് ദേശീയ പാർട്ടിയാണെങ്കിലും ഇവിടുത്തെ പാർട്ടിയാണെങ്കിലും പരിശോധിക്കണമല്ലോ. ആ പരിശോധന നടക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ടെലിഫോൺ ലൈനുകൾക്ക് ചെറിയ തകരാറുണ്ട്. എല്ലാവരുടെയും ടെലിഫോൺ ലൈനുകൾ ശരിയാക്കിയതിനു ശേഷം അതിലേക്ക് വരാം. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ ശ്രീ VPP മുസ്തഫ, അദ്ദേഹം CPIMന്റെ വക്താവാണ്. CPIMന്റെ എല്ലാ നേതാക്കളും ഭരണാധികാരികളായിരിക്കുമ്പോൾ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കുമെന്നുള്ളതാണ് പാർട്ടിയുടെ സങ്കല്പം. അതിനനുസരിച്ച് തന്നെയാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത്. അതിലൊരു വേറിട്ട കാഴ്ചപ്പാട് സാധ്യമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടും അത് തന്നെയാണ്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പിണറായി വിജയൻ പാർട്ടിയെ ധിക്കരിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? 4 വർഷമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പദത്തിലിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ, പ്രത്യേകിച്ച് പോലീസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, IT വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ തന്നെ സാധാരണ നിലയിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ട നിലപാടുകൾ പൂർണ്ണമായിട്ടും അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ഈ ആഗോള കൺസൾട്ടൻസികളെ കുറിച്ചുള്ളൊരു വിഷയമാണ്. ആഗോള കൺസൾട്ടൻസികൾ നമ്മുടെ കാലത്ത് തീരെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള പാർട്ടിയുടെ നിലപാടിരിക്കെ തന്നെ ആഗോള കൺസൾട്ടൻസികളെ കുറിച്ച് വളരെയേറെ കോഷ്യസ് ആയിരിക്കണം എന്ന് പാർട്ടിയുടെ നിലപാടുണ്ട്. ആ നിലപാട് 2004-2009 കാലത്ത് അവർ UPA സർക്കാരിന് പിന്തുണ നൽകുന്ന സമയത്ത് വളരെ കർശനമായിട്ട് അവർ നടപ്പിലാക്കിയതാണ്.
അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പ്ലാനിംഗ് കമ്മീഷനിൽ മോണ്ടക് സിംഗ് അഹ്ലുവാലി ഉണ്ടായിരുന്നു. അഹ്ലുവാലിയെ കൊണ്ടുവന്ന കൺസൾട്ടൻസികളെ, അതിൽ ബോസ്റ്റൺ കൺസൾട്ടൻസീസ് ഉണ്ടായിരുന്നു, ഈ PwC ഉണ്ടായിരുന്നു, അതിനകത്ത് KPMG പോലുള്ള ആളുകളുണ്ടായിരുന്നു. 3-4 കൺസൾട്ടൻസികളെ പ്ലാനിംഗ് കമ്മീഷന്റെ കമ്മിറ്റികളിൽ ഉണ്ടാക്കിയിരുന്നു. ആ കമ്മിറ്റികളിൽ നിന്ന് CPM-ന്റെ അംഗങ്ങൾ ആ ഒറ്റ കാരണം കൊണ്ട് രാജിവെച്ചിട്ടുണ്ട്. പ്രകാശ് കാരാട്ട് പ്രഭാത് പട്നായിക് രാജിവെച്ചിരുന്നു, ഡോക്ടർ തോമസ് ഐസക് രാജിവെച്ചിരുന്നു, CP ചന്ദ്രശേഖർ രാജിവെച്ചിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ രാജിവെച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ആളുകൾ പ്രധാനപ്പെട്ട നയരൂപീകരണ വേദികളിൽ വരുന്നതിനോടുള്ള വിയോജിപ്പായിരുന്നു പ്രശ്നം. അങ്ങനെയുള്ള വിയോജിപ്പുള്ള ഒരു പാർട്ടി, അങ്ങനെ ശക്തമായ നിലപാടെടുത്തുള്ള ഒരു പാർട്ടി കഴിഞ്ഞ 4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും കൺസൾട്ടൻസികളുടെ ഭരണമാണ് നടക്കുന്നത്. ആ ഒരു കാര്യം നോക്കിയാൽ അറിയാം, പിണറായി വിജയൻ പാർട്ടിയുടെ നിലപാടുകളെ പൂർണ്ണമായിട്ട് ധിക്കരിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. പാർട്ടിയുടെ നിലപാട് എന്ത് എന്ന് അദ്ദേഹം പരിശോധിച്ചിട്ടില്ല. ഈ സർക്കാരിനെ നയിക്കുന്നതിൽ, ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നതിൽ പലപ്പോഴും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. പാർട്ടിയുടെ നിലപാടുകളാണ് അത് എന്ന് അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ശരി, അവിടെയാണ് ശ്രീ VPP മുസ്തഫ ചോദ്യം വരുന്നത്. ഇടതുപക്ഷ നയ സമീപനങ്ങൾ തന്നെയാണോ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉള്ള സർക്കാർ സ്വീകരിച്ചത് എന്ന പരിശോധന അഖിലേന്ത്യാ പാർട്ടിക്കുമാകാം, ഇവിടുത്തെ പാർട്ടിക്കുമാകാം. അങ്ങനെ ഒരു പരിശോധനയ്ക്കുള്ള സ്കോപ്പ് താങ്കൾ കാണുന്നുണ്ടോ? ഇവിടെ ശ്രീ NP ചെക്കുട്ടി കൺസൾട്ടൻസി രാജിനെ കുറിച്ച് പറയുകയായിരുന്നു. എങ്ങനെയാണ് സ്വപ്ന ഒരു ഉയർന്ന പദവിയിൽ നിയമിതയായത് എന്നിപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് നമ്മുടെ മുൻപിലുണ്ട്. നോക്കൂ, നേരിട്ട് വേണമെങ്കിൽ നിയമിക്കാമായിരുന്നു. 1,14,000 രൂപ സ്വപ്നയ്ക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി 2,70,000 രൂപ PwCക്ക് കൊടുക്കുന്നു. PwC അതിൽ 1,40,000 രൂപ വിഷൻ ടെക് എന്ന കമ്പനിക്ക് കൊടുക്കുന്നു. വിഷൻ ടെക് 1,14,000 സ്വപ്നയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പിൻവാതിൽ നിയമനത്തിന്റെ സ്ട്രക്ചറാണ് ഞാൻ പറയുന്നത്. എവിടെയാണ് ഈ നിയമനം? സ്പേസ് പാർക്ക് പോലെ ഒരു സുപ്രധാന സ്ഥലത്ത്. അപ്പോൾ ഇമ്മട്ടിലുള്ള നിയമനങ്ങൾ, പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ബാക്ക്ഡോർ എൻട്രികൾ, കൺസൾട്ടൻസികൾ, ഇതൊക്കെ ഒരു ഇടതുപക്ഷ സമീപനത്തിന് ചേർന്നതാണോ എന്ന പരിശോധന വേണ്ട? ഒരു ഇടതുപക്ഷ പ്രവർത്തകർ എന്നുള്ള നിലയിൽ അങ്ങേക്ക് അത് തോന്നുന്നില്ലേ? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ച് 2016 ശേഷം എല്ലാ സന്ദർഭങ്ങളിലും പാർട്ടി പരിശോധിക്കേണ്ട അവസരങ്ങളിലെല്ലാം പരിശോധിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. നിങ്ങൾ കാണുന്നത് 2016 CPIM അധികാരത്തിൽ വന്നതിന് ശേഷം CPIM-ന്റെ ഒരു പാർട്ടി സമ്മേളനം നടന്നു. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ബ്രാഞ്ച് തലം തൊട്ട് സംസ്ഥാന തലം വരെയും അതുപോലെ പാർട്ടി കോൺഗ്രസും നടന്നു. പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് ആ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ്, 2017-18 കാലയളവിലാണ് ആ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോഴത്തേക്കും ആ ഗവൺമെന്റിന് 1.5 വർഷം പ്രായമായിട്ടുണ്ട്. ആ പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം പിണറായി ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസിൽ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അനിയന്ത്രിതമായിട്ട് പാർട്ടി പരിശോധിക്കാതെ ഏതോ സ്വപ്നലോകത്തൊന്നുമല്ല പിണറായി ഗവൺമെന്റും പോകുന്നത് എന്ന് മാത്രവുമല്ല, പിണറായിയാണ് പാർട്ടിയുടെ അദ്ദേഹം ഉൾപ്പെടുന്ന എല്ലാ ഘടകങ്ങളുടെയും യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുത്ത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ബോധിപ്പിച്ചു പോകുന്നു. അങ്ങനെ അല്ലാതെ സ്വതന്ത്രമായി ഒരു നിയന്ത്രണവുമില്ലാതെ അങ്ങ് പിണറായിക്ക് തോന്നിയ മട്ടിലൊന്നുമല്ല നടക്കുന്നത്. നേരത്തെ ചേക്കുട്ടി സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ നയങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ആ നയങ്ങളിൽ ഉറച്ചു നിന്നിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ എന്താ വിഷയം? കേരളം ഒരു സ്വതന്ത്ര രാജ്യമൊന്നുമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ ഒരു യൂണിറ്റ് മാത്രമാണ്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങൾക്കനുസരിച്ച് ഇടതുപക്ഷ നിലപാടുകൾ പരമാവധി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുക. ആഗോളവൽക്കരണ കാലത്ത് അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനം ഏറ്റവും നന്നായിട്ട് ശ്രീ മുസ്തഫ, അങ്ങനെ ഏത് കേന്ദ്ര നയത്തിന്റെ ഭാഗമായിട്ടാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ഹൈ പവർ ഡിജിറ്റൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഡയറക്ടറായി അരുൺ ബാലചന്ദ്രൻ എന്ന തട്ടിപ്പുകാരനെ വെച്ചത്? ഇത് നയത്തിന്റെ ഒന്നും പ്രശ്നമല്ല. ഈ പറഞ്ഞയാള് തട്ടിപ്പുകാരനാണ് എന്ന് പ്രേമചന്ദ്രനും അഭിലാഷും നിങ്ങളും ഞാനും ലോകവും എല്ലാം അറിയുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കോഴിക്കോട് IIM-ന്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനത്തിൽ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള 3 യോഗ്യത നേടിയിട്ടുള്ള ഒരാളാണ് എന്ന വിവരവും അദ്ദേഹത്തിന്റെ CV-യിലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. പാർട്ട് ടൈം MBA IIM-ൽ നിന്ന് ഒരാൾ CV-യിൽ വെച്ചാൽ ഉടനെ മുഖ്യമന്ത്രിയുടെ ഫെലോ ആകാം, മുഖ്യമന്ത്രിയുടെ ഡിജിറ്റൽ ഹൈ പവർ കമ്മിറ്റിയുടെ ഡയറക്ടർ ആവാം എന്നൊക്കെ വന്നാൽ അങ്ങനെ MBA ഉള്ള അല്ലെങ്കിൽ IIM ബിരുദമുള്ള എത്ര ആളുണ്ടാവും സാർ നമ്മുടെ നാട്ടിൽ? അതാണ് പ്രശ്നം. അദ്ദേഹത്തിന്റെ ടെലിഫോൺ കട്ടായെന്ന് തോന്നുന്നു. ഞാൻ വരാം. അവിടെ ശ്രീ NP ചെക്കുട്ടി, ഈ നിയമനങ്ങളുടെ പ്രശ്നമുണ്ട്. നിയമനങ്ങളുടെ പ്രശ്നം മാത്രമല്ല, പല
ദുരൂഹ വ്യക്തിത്വങ്ങളും CMOയിലേക്ക് പോലും നുഴഞ്ഞു കയറുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കഴിഞ്ഞ 2 ആഴ്ചയായി കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചർച്ച ചെയ്ത സാഹചര്യം ഒരു അസംബന്ധ രൂപേണ പുനരാവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക്, അകത്തളങ്ങളിലേക്ക് നിക്ഷിപ്ത താല്പര്യക്കാർ കടന്നു കയറുന്നു, അതിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു, അതിന്റെ മറപിടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായി അറിയപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇതിനൊക്കെ ചൂട്ടുപിടിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നയസമീപനങ്ങളുടെ വിശദീകരണം കൊണ്ടോ ആഗോള സാഹചര്യം ഇങ്ങനെയാണ്, ഇന്ത്യയിലെ സാഹചര്യം ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് വേറിട്ട് നിൽക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് അതിനൊരു ഉത്തരമായിരിക്കുമോ? അല്ല, മുസ്തഫ പറഞ്ഞതനുസരിച്ച് യഥാർത്ഥത്തിൽ ഈ ആഗോള നിലപാടുകളും ഈ IMF-ഉം വേൾഡ് ബാങ്കും തന്നെയാണ് കേരളം ഭരിക്കുന്നതെന്നൊന്നും അദ്ദേഹം പറഞ്ഞു കേട്ടാൽ യഥാർത്ഥത്തില് കേരളം ഭരിക്കുന്ന സർക്കാരിന് കേരളത്തിലെ നയനിലപാടുകൾ നടപ്പിലാക്കാനുള്ള അവകാശമുണ്ട്. ഇതിനു മുമ്പും രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരുകൾ ഉണ്ടായിട്ടില്ലേ? 57-ൽ EMS-ന്റെ സർക്കാർ നോക്കൂ, 70-ല് ഈ അച്യുതമേനോൻ സർക്കാർ നോക്കൂ, കഴിഞ്ഞ തവണ VS അച്യുതാനന്ദ സർക്കാർ നോക്കൂ. ആ സർക്കാരുകളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലുള്ള ഇന്നത്തെ സിറ്റുവേഷനകത്ത്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഭരിച്ചത്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരു മുദ്ര അവർക്ക് കൃത്യമായി കാണിക്കാൻ കഴിഞ്ഞിരുന്നു, ജനങ്ങളെ ആ നിലയിൽ നയിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം? ഈ സർക്കാർ വലിയ പരാജയമാകാൻ കാരണം അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ വലിയ തോതിനകത്ത് കടന്നു കയറി. യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഉണ്ടായിട്ടില്ല. അത് പോലീസ് വകുപ്പിനകത്തുണ്ട്, IT വകുപ്പിനകത്ത്. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ മുമ്പ് VS അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്ത്, അന്ന് പ്രേമേന്ദ്ര സർക്കാരിലുണ്ട്, അന്നും ADB ഇല്ല ഈ നാട്ടില്, അന്ന് വേൾഡ് ബാങ്ക് ഇല്ല നാട്ടില്, അന്ന് IMF ഉണ്ട്, അവരൊക്കെ ഉണ്ട്, അവരൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ആ സർക്കാരിൽ ഒരു തരത്തിലുള്ള ഇങ്ങനെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. വളരെ കൃത്യമായിട്ട് 5 കൊല്ലം പഠിച്ച് അന്തസ്സായിട്ട് ഇറങ്ങിപ്പോയി. 1-2 ചുരുങ്ങിയ സീറ്റിനാണ് അതിന് പരാജയപ്പെട്ടത്. എന്തുകൊണ്ട് സംഭവിച്ചു? അത് ജാഗ്രതയാണ്. ആ ജാഗ്രത ഇവിടെ ഇല്ല. എന്തുകൊണ്ടുണ്ടായിട്ടില്ല? അതിനെ തലപ്പത്തിരിക്കുന്ന ആള് തന്നെ സ്വന്തം കാര്യങ്ങളാണ് നോക്കിയത്. സ്വന്തം ഒരു തരത്തിൽ പ്രധാനപ്പെട്ട അഡ്വൈസേഴ്സ്, എവിടുത്തെ അഡ്വൈസേഴ്സ് വന്നത്? ആരാണ് ഈ അഡ്വൈസർ? IMF-ന്റെ ആളെ, IMF-ന്റെ ചീഫ് എക്കോണമിസ്റ്റ് ആയിട്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ അഡ്വൈസർ അയച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള നയം ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള സമീപനം ഉണ്ടായിരുന്നില്ല. ശരി, അതാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. താങ്കൾ ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവാണ്. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. നയസമീപനങ്ങളിൽ വ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ? തീവ്ര മുതലാളിത്ത സർക്കാരുകളെക്കാൾ ആ രീതി പിൻപറ്റോ എന്നൊക്കെയുള്ള ഒരു പരിശോധന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ നടത്താനുള്ള കരുത്ത് ആ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ഇപ്പോഴുണ്ടോ? എനിക്ക് സത്യത്തിൽ ഈ സാങ്കേതികമായ തകരാറ് മൂലം ചർച്ച പൂർണ്ണതോതിൽ കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മുസ്തഫ ഇവിടെ ഉന്നയിച്ച ഒരു പ്രശ്നം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാൻ കൂടി പങ്കാളിയായിരുന്ന 2006-11 ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. 2006-11 കാലയളവിൽ സഖാവ് VS-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരുന്ന സമയത്തും നേരത്തെ ഇവിടെ ചേക്കുട്ടി സൂചിപ്പിച്ചതുപോലെ വേൾഡ് ബാങ്കും ADB-യും ഇതുപോലെയുള്ള ആഗോള സാമ്പത്തിക ശക്തികൾ, മൂലധന ശക്തികളുടെ നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അന്ന് ആ ഗവൺമെന്റ് ഭരിച്ചത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. ജലനിധി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അന്നിന്റെ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. വേൾഡ് ബാങ്ക് എയ്ഡോട് കൂടിയിട്ടുള്ള ജലനിധി പ്രോജക്ട് നടപ്പാക്കുന്നതിനായ ഫയലുമായി ഞാൻ 3 പ്രാവശ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ പോയി ചർച്ച ചെയ്ത് LDF-ന്റെ അംഗീകാരം വാങ്ങിയതിന് ശേഷമാണ് LDF മുന്നോട്ട് വെച്ച കുറെ വ്യവസ്ഥകൾ, ഞാൻ തന്നെ മുന്നോട്ട് വെച്ച കുറെ വ്യവസ്ഥ. കാരണം ലോകബാങ്കിന്റെ മുഴുവൻ നിർദ്ദേശങ്ങളും അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. പൊതു ടാപ്പുകൾ നിർത്തലാക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ശക്തമായിട്ടുള്ള വ്യവസ്ഥ. ഞാൻ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, അന്നത്തെ LDF ഗവൺമെന്റ് പൊതു ടാപ്പുകൾ ഒഴിവാക്കണമെന്നത് അടക്കമുള്ള വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ഒപ്പിടാൻ കഴിയില്ല എന്നറിയിച്ചു. അവസാനം ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കണ്ടീഷണാലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ വേൾഡ് ബാങ്കുമായി കേരള ഗവൺമെന്റ് ഒപ്പുവെച്ചു. ജലനിധി പ്രോജക്ട് കേരളത്തിൽ നടപ്പാക്കി. അതും കൺസൾട്ടൻസി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശുദ്ധജല വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൃഹത്തായിട്ടുള്ള പ്രോജക്റ്റായിരുന്നു. UDF ഗവൺമെന്റിന്റെ കാലയളവിൽ തുടങ്ങിയതാണ്. VK നായനാരുടെ കാലയളവിൽ ആരംഭിച്ചു. പിന്നീട് UDF ഗവൺമെന്റിന്റെ കാലയളവിൽ അത് വിവാദത്തിൽപ്പെട്ടു. അത് കഴിഞ്ഞ് VS ഗവൺമെന്റ് വന്നപ്പോ അവിടെയും കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് LDF യോഗത്തിൽ ഞാൻ ഫയലുമായി പോയി. തലമാരിഴ കീറി അത് ചർച്ച ചെയ്തു, പരിശോധിച്ചതിന് ശേഷം LDF-ന്റെ കൃത്യമായിട്ടുള്ള അനുമതിക്ക് വിധേയമായി, വ്യവസ്ഥകൾക്ക് വിധേയമായി പദ്ധതി നടപ്പാക്കി. ഒരാക്ഷേപവും ആരോപണവും ഉണ്ടായില്ലല്ലോ. അന്നും കൺസൾട്ടൻസി ഉണ്ടായിരുന്നു. JBICക്ക് ജൈക്കയ്ക്ക് കൺസൾട്ടൻസി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇന്ന് ഇത്രയും കൺസൾട്ടൻസികൾ കേരളത്തിലെ ഗവൺമെന്റ്, ഞാൻ LDF ചർച്ച ചെയ്തു, എനിക്ക് CPM-ന്റെ കാര്യത്തെ സംബന്ധിച്ചറിയില്ല.
അന്ന് എനിക്കറിയാം LDF ഗവൺമെന്റ് 2006-11 കാലയളവിൽ ഭരിച്ചിരുന്ന കാലയളവിൽ എന്റെ അറിവനുസരിച്ചാണെങ്കിൽ, സഹപ്രവർത്തകരായിട്ടുള്ള മന്ത്രിമാരിൽ നിന്നുള്ള അറിവനുസരിച്ചാണെന്നുണ്ടെങ്കിൽ, ഓരോ വകുപ്പ് മന്ത്രിയുടെയും വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള ഫ്രാക്ഷൻ CPM-ന് ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ മന്ത്രിസഭ കൂടുന്നതിന്റെ തലേ ദിവസം ഫ്രാക്ഷൻ കമ്മിറ്റി കൂടി ഏതേത് കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആലോചിക്കുമായിരുന്നു. വിവാദപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് LDF-ന്റെ യോഗം കൃത്യമായി കൂടി ഭരണപരമായ കാര്യങ്ങൾ കൃത്യതയോടുകൂടി വിലയിരുത്തി നിലപാട് സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ കർക്കശമായ നിയന്ത്രണങ്ങൾക്കും വ്യക്തമായ വ്യവസ്ഥകൾക്കും വിധേയമായി ദൈനംദിന പ്രവർത്തനങ്ങളിൽ അന്നും LDF ഇടപെട്ടിട്ടില്ല, പാർട്ടി ഇടപെട്ടിട്ടില്ല. പക്ഷെ നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തി ആശയ ദൃഢീകരണത്തോടു കൂടിയാണ് LDF ഗവൺമെന്റ് അന്ന് പ്രവർത്തിച്ചതെങ്കിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, 2011 ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇടതുപക്ഷ നയവ്യതിയാനത്തിന്റെ മുഖമുദ്രയാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാനാണ്. ഈ കൺസൾട്ടൻസികളൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരുപക്ഷെ ലോകത്താദ്യമായിട്ടായിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ലോക മുതലാളിത്വത്തിന്റെ പർദീസ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഊഹക്കച്ചവടത്തിന്റെയും ധനമൂലധന കമ്പോളത്തിന്റെയും ഒക്കെ ഏറ്റവും ശക്തമായിട്ടുള്ള കേന്ദ്രമായ ലണ്ടനിൽ പോയി, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി, ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മണിയടിച്ച് പ്രഭാതത്തിൽ 8 മണിക്ക് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ഇടതുപക്ഷ നയം? ഏത് വേൾഡ് ബാങ്കിൽ പറയുന്നു? ഏത് ADB-യിൽ പറയുന്നു? അപ്പം നിലവിലുള്ള, ഞാൻ നിഷേധിക്കുന്ന ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് നയങ്ങൾക്ക് അനുരോധമായി അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങൾക്ക് അനുരോധമായി മാത്രമേ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയൂ. പക്ഷേ അവിടെയൊക്കെ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്, സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഈ PwC, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന ഈ കമ്പനി 2004 ഡൽഹിയിലെ ജലബോർഡ്, ആ ഡൽഹിയിലെ ജലബോർഡിൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ്, ഷീലാ ദീക്ഷിത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അന്ന് കൺസൾട്ടൻസിയായി നിയോഗിച്ചപ്പോൾ സഖാവ് പ്രകാശ് കാരാട്ടും CPയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ RSP ജനറൽ സെക്രട്ടറിയും ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ 4 ഇടതുപക്ഷ പാർട്ടികൾ അന്നത്തെ UPA ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കമ്പനി എന്ന് പറയുന്ന കമ്പനി വേൾഡ് ബാങ്കിന്റെ അവിഹിത ഇടപാടുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഷേഡി ക്യാരക്ടറായിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനിയെ ഡൽഹി സംസ്ഥാനത്താണെന്ന് ഓർക്കണം, കേന്ദ്ര ഗവൺമെന്റ് അല്ല, ഡൽഹി സംസ്ഥാനത്ത് അവരുടെ ജലവിതരണവുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻസി ഒഴിവാക്കണമെന്ന് കത്തയച്ചവരാണ്. 2005 നാഷണൽ പ്ലാനിംഗ് ബോർഡിൽ നിന്ന് 5 ഇടതുപക്ഷ അനുഭാവമുള്ള ബുദ്ധിജീവികളായിട്ടുള്ള പ്രഭാത് പട്നായിക്, CP ചന്ദ്രശേഖരൻ, ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള 5 പേർ നിങ്ങൾ ഇത്തരത്തിലുള്ള PwCക്ക് സമാനമായിട്ടുള്ള കൺസൾട്ടൻസിനെ ഉത്തരവാദപ്പെട്ട നാഷണൽ പ്ലാനിംഗ് ബോർഡിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റികളിൽ അംഗത്വം കൊടുത്താൽ ഞങ്ങൾ 5 പേരും രാജിവെക്കുമെന്ന് പറഞ്ഞ് ഡോക്ടർ മൻമോഹൻ സിംഗിന് കത്തെഴുതി. ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും CPM-ന്റെ കേരള ഘടകത്തിന് അറിയാത്ത കാര്യമാണോ? ഡോക്ടർ തോമസ് ഐസക് രാജിക്കത്ത് കൊടുത്തു, അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഡൽഹിയിൽ. ആ തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ, പിണറായി വിജയൻ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കമ്പനിക്ക് ഹെസ്സുമായി, ഈ നമ്മുടെ HAL-ഉം ഹെസ്സുമായിട്ടുള്ള മൊബിലിറ്റി സ്കീമിൽ ആഗസ്റ്റ് മാസം 9-ാം തീയതി ധനമന്ത്രി വിയോജനക്കുറിപ്പ് എഴുതുമ്പോൾ ധാരണാപത്രം ഒപ്പുവെക്കാൻ പാടില്ല, സുതാര്യതയില്ല എന്ന് പറഞ്ഞ് ധനമന്ത്രി കുറിപ്പ് എഴുതുമ്പോൾ ആഗസ്റ്റ് 9-ന് കുറിപ്പ് എഴുതുമ്പോൾ ആഗസ്റ്റ് 17-ന് മുഖ്യമന്ത്രി ഫയൽ പോലും കാണാതെ ഏകപക്ഷീയമായി മന്ത്രിയെ വിളിക്കാതെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കമ്പനിയെ കൺസൾട്ടന്റായി നിയോഗിച്ചത് ഏത് വേൾഡ് ബാങ്ക് പറഞ്ഞിട്ട്, ഏത് ADB പറഞ്ഞിട്ട്, ഏത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം? ധനകാര്യമന്ത്രി വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ധനകാര്യമന്ത്രി പറഞ്ഞത് എന്താ? ധനകാര്യമന്ത്രി പറഞ്ഞു ഭരണവകുപ്പ് വിശദീകരിക്കണം, ഇതിൽ ട്രാൻസ്പെറൻസി ഇല്ല, ഇതിൽ ടെൻഡർ ഇല്ല, ഫിനാൻഷ്യൽ വയബിലിറ്റി ഇല്ല. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ക്ലാരിഫിക്കേഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനമന്ത്രിയുടെ അനുമതിയോടുകൂടി ധനസെക്രട്ടറി കുറിപ്പെഴുതിയപ്പോ ആ ട്രാൻസ്പോർട്ട് വകുപ്പിൽ ഫയൽ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച്, ഈ വിയോജന കുറിപ്പെഴുതിയ മന്ത്രിയെ വിളിക്കുന്നില്ല, ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ട് ആ യോഗത്തിൽ വെച്ച് ഈ കുറിപ്പിനെ അതിജീവിക്കാൻ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറഞ്ഞ കമ്പനിയെ പെട്ടെന്ന് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനിക്കുന്നു, ആ കമ്പനിയുമായി എഗ്രിമെന്റ് വയ്ക്കുന്നു. ഞാൻ ചോദിക്കുന്നു, എന്ത് നയം?
അപ്പൊ ഇടതുപക്ഷ നയവ്യതിയാനം എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയാണ്. CPM പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എന്റെ അറിവനുസരിച്ചാണെങ്കിൽ LDF യോഗത്തിൽ ഞാൻ പല ഘടകകക്ഷി നേതാക്കളുമായി ബന്ധപ്പെട്ടു, ഇന്നും സംസാരിച്ചു. LDF യോഗത്തിൽ ഇത്തരത്തിലുള്ള നയപരമായ ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പോ മുസ്തഫ പറയുന്നത് നമുക്ക് മുഖവിലേക്ക് എടുക്കാം, വിശ്വാസത്തിലെടുക്കാം. CPM നേതൃത്വം കൂടി, കേരള ഘടകം കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഗുരുതരമായിട്ടുള്ള നയവ്യതിയാനത്തിലേക്കുള്ള മുതലക്കൂപ്പാണ് CPM നടത്തിയിരിക്കുന്നത്, CPMന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നടത്തിയിരിക്കുന്നത് എന്ന് കേരള സമൂഹം വിലയിരുത്തേണ്ടതായി വരും. ഓക്കെ അക്കാര്യത്തിന് ശ്രീ VPV മുസ്തഫ മറുപടി പറയും. നമുക്ക് BJPയുടെ പ്രതികരണവും ഇക്കാര്യത്തിൽ തേടേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ ദിവസത്തെ ആദ്യത്തെ ഇടവേളയ്ക്ക് ശേഷം സർക്കാരിന് പാർട്ടി മൂക്കുകയറിടുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. ശ്രീ VPP മുസ്തഫ, കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഭാവിയിൽ കരുതൽ ഉണ്ടാകണം, അതിന് തക്കതായ ഇടപെടൽ പാർട്ടി നടത്തും, മന്ത്രിമാരുടെ ഭാഗത്ത് ജാഗ്രത വേണം. ഒപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വഴി തെറ്റുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ പാർട്ടി ഇടപെടും എന്നാണ്. വഴി തെറ്റുന്ന സ്ഥിതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതിനോടകം ചർച്ച ചെയ്ത് കാണുമല്ലോ. അപ്പോ ഇടപെടൽ എന്നുള്ളത് എന്തായിരിക്കും? ഹലോ കേൾക്കാമോ ശ്രീ VPP മുസ്തഫ? ഇല്ല, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല. ശ്രീ NP ചെക്കുട്ടി, താങ്കൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് തോന്നുന്നത്? ഇടപെടൽ എന്ന് പറയുമ്പോൾ കേരളത്തിലെ സംസ്ഥാന നേതൃത്വം ആലങ്കാരികമായി ഇടപെടാം എന്നൊക്കെ പറയും എന്നുള്ളതിനപ്പുറത്ത് എന്ത് ഇടപെടലാണ് നടത്തുക, എന്ത് ഇടപെടലാണ് നടത്താൻ കഴിയുക? യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരുകളുടെ കാര്യത്തിൽ പാർട്ടി, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ നേരത്തെ എല്ലാ കാലത്തും ഇടപെട്ടിട്ടുണ്ട്. അതിനൊരു രീതിശാസ്ത്രമുണ്ട്, അതൊരു പുതിയ കാര്യമല്ല. പക്ഷെ അത് പാർട്ടിയും പാർട്ടിയുടെ മന്ത്രിമാരും അടങ്ങുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. എന്നാൽ പാർട്ടി സംവിധാനത്തോട് മന്ത്രിമാരുടെ ഓഫീസുകളും പൂർണ്ണമായി സഹകരിക്കണം. മാത്രമല്ല, ഇങ്ങനെയൊരു ജാഗ്രത പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ലെങ്കിൽ, ഇങ്ങനെയൊരു ജാഗ്രതയാണ് ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നത്, ഇങ്ങനെയൊരു ജാഗ്രതയാണ് ഈ സർക്കാരിനെ നിലനിർത്തുന്നത് എന്ന ബോധ്യം അവർക്കില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ ആപത്തിൽ ചെന്ന് ചാടും. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 4 വർഷമായിട്ട് അവിടെ ഇരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാകുന്നത്. ഒറ്റ ഉദാഹരണം പറയാം. ഈ സ്വപ്നയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു, ഒരു വ്യാജ പരാതി കൊടുത്ത വിഷയം. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് 1-2 വർഷത്തോളമായിട്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്, ക്രൈംബ്രാഞ്ച് അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടത്. ആ സമയത്താണ് ഇവരെ പ്രധാനപ്പെട്ട സർക്കാർ പദവിയിലേക്ക് എത്തിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാഞ്ഞത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അറിയാഞ്ഞത്? എന്തുകൊണ്ടാണ് ഇത് പാർട്ടി അറിയാഞ്ഞത്? അത്ഭുതമായിട്ടുള്ള. കേരളത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക പട്ടണമൊന്നും അല്ലല്ലോ. കേരളത്തിൽ എത്രയും ആളുകൾക്കെല്ലാം അറിയാം, തിരുവനന്തപുരത്തിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ സംഭവിക്കുന്നത്. അയൽപക്കത്തെ കാര്യങ്ങൾ നോക്കലാണ് അവരുടെ പ്രധാനപ്പെട്ട പണി. അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയൊരു കേസ്, ദീർഘകാലമായി നടക്കുന്ന ഒരു കേസ്, 16 പേരുടെ വ്യാജ പരാതിയാണ്. എന്നിട്ട് പോലും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അറിഞ്ഞില്ല, പാർട്ടി അറിഞ്ഞില്ല. അതിന്റെ അർത്ഥം ഇത് വലിയ തോതിൽ ഈ ഫയലുകൾ മുക്കിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ മുക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ പല ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടുണ്ട്. അത് പാർട്ടി നിയോഗിച്ച ആളുകൾ തയ്യാറായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാർട്ടി നിയോഗിച്ച ആളുകൾ തന്നെ പാർട്ടി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നു. പാർട്ടിയെ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി അവർ തന്നെ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിയാകട്ടെ സ്വന്തം താല്പര്യങ്ങളോ അല്ലെങ്കിൽ സ്വന്തം അഡ്വൈസേഴ്സ്, ഒരു വൈതാളിക വൃന്ദത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശക്തരായ പാർട്ടി പ്രതിനിധികൾ P. ശശി ഉണ്ടായിരുന്നു, കഴിഞ്ഞ VSന്റെ കാലത്ത് KN ബാലഗോപാൽ ഉണ്ടായിരുന്നു. ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഇടക്കാലത്ത് MV ജയരാജൻ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ലഭിച്ച് അങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത്. പൊളിറ്റിക്കലി യാതൊരു തരത്തിലുമുള്ള ഒരു നിയന്ത്രണ സംവിധാനം ഇല്ലായ്മ ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ താങ്കളെ സംബന്ധിച്ച്? തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, VSന്റെ കാലത്ത് VSനോട് പാർട്ടി വളരെ കർശനമായിട്ടുള്ള നിലയിലാണ്. അത് പ്രേമേന്ദ്രനെ പറയാൻ കഴിയും. വളരെ കർശനമായിട്ട് തന്നെ VS നിയന്ത്രിച്ചത്. പക്ഷെ അതിന്റെ ഒരു ഗുണമുണ്ടായി. അതെന്താണ്? ആ സർക്കാരിന്റെ മേൽ ജനങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അന്ന് ബാലഗോപാലിനെ കൊണ്ടുവന്നു. ബാലഗോപാലിന് ശേഷം മറ്റേ CP നാരായണനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് VSന്റെ സെക്രട്ടറി ആയിട്ടിരുന്നത്. എല്ലാ ഫയലുകളും CP നാരായണൻ കണ്ടിരുന്നത്. എനിക്ക് നേരിട്ട് അറിയുന്നതാണ്. ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയലുകൾ അടക്കം CP ഓരോന്നോരോന്ന് പരിശോധിച്ചതിന് ശേഷമാണ് നീങ്ങിയിട്ടുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫയലുകൾ, ഒരു വളരെ പ്രധാനപ്പെട്ട പിന്നെ ഒരു സ്ഥലത്ത് പോലും ആളുകൾ വരുന്നത്, ഈ ആളുകളെ കുറിച്ച് പരാതിയുണ്ട്, അവരെ സംബന്ധിച്ച് പരാതി. ഞാൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ആള്, ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശിവശങ്കരൻ പിന്നെ ചില പ്രദേശങ്ങളിൽ പോയി, ചില ഫ്ളാറ്റുകളിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കിയത് സംബന്ധമായ പോലീസ് കേസുകൾ ഉണ്ടായിരുന്നു, പോലീസ് പരാതി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിലുള്ള ഒരാളെ പറ്റി പോലീസ് പരാതി വന്നിട്ട് അയൽവക്കത്തുകാർ പരാതി ഉന്നയിച്ചിട്ട് ആ വിഷയം എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല? അപ്പൊ ഇത്തരം
കാര്യങ്ങളിലൊക്കെ തന്നെ ഇതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്, മറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ മറച്ചു വെക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് പിണറായി വിജയൻ തന്നെയാണ് അതിന് ഉത്തരവാദി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി. പക്ഷെ എൻ കെ പ്രേമചന്ദ്രൻ, ഈ രാഷ്ട്രീയമായി തിരുത്തൽ വേണമോ വേണ്ടയോ എന്നൊക്കെ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ശ്രീ പ്രേമേന്ദ്രൻ കേൾക്കാമോ? ഇല്ല. ശ്രീ വി പി മുസ്തഫയിലേക്ക് പോവാം. ശ്രീ വി പി മുസ്തഫ, ഇവിടെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങൾ താങ്കൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് പാർട്ടി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു ഇടപെടൽ നടത്തണം എങ്കിൽ നടത്തുക? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വഴിതെറ്റുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ പാർട്ടി ഇടപെടുമെന്നാണ്. വഴിതെറ്റുന്ന സ്ഥിതി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ ഇടപെടും എന്നാണ്. എങ്ങനെ, ഏത് തരത്തിൽ? അഭിലാഷേ, എനിക്ക് ചർച്ച ഒട്ടും കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യം കേട്ടിരുന്നത് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ 2006-11 അദ്ദേഹം കൂടി മന്ത്രിയായിരുന്ന ഇടതുപക്ഷ മുന്നണി കാലത്തെ അനുഭവങ്ങൾ പറഞ്ഞിരുന്നതാണ്. ആ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇപ്പോഴും CPIM പിന്തുടരുന്നത്, അത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുടരുന്നത്. 2006-11 കാലത്തുള്ള അടിസ്ഥാന നിലപാടുകളിൽ നിന്ന് CPIMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ 2011 ഈ കാലയളവിലേക്ക് മാറിയിട്ടില്ല. ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ്. മാറ്റം വന്നത് പ്രേമചന്ദ്രനാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇന്നിപ്പോ വലതുപക്ഷ കൂടാരത്തിലാണ്, വലതുപക്ഷ ജീർണതയിലാണുള്ളത്. അങ്ങനെ വലതുപക്ഷ ജീർണതയിൽ നിൽക്കുന്ന RSPയും അതിന്റെ നേതാവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജീർണിച്ച വലതുപക്ഷ ചാലിൽ നിന്നിട്ട് ഇടതുപക്ഷത്തെ, കേരളത്തിലെ CPIMനെയും ഇടതുപക്ഷത്തെയും ഞങ്ങളാണ് വലതുപക്ഷത്തെ, അത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ വന്ന, അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന പക്ഷത്തിന് വന്ന തകരാറ് കൊണ്ട് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ CPIMും ഇടതുപക്ഷവും നേരത്തെയുള്ള സംഘടനാ സംവിധാനങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുത്തുകയും ഭദ്രമാക്കി ചെയ്യുകയുമാണ് പോകുന്നത്. ഈ ചർച്ചയുടെ ഒരു സ്വഭാവം എന്താ? പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു, ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു എന്ന് വരുത്തി തീർത്ത് സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഇന്നിപ്പോ കേരളീയ സമൂഹത്തിലുള്ള സ്വീകാര്യതയിൽ എങ്ങനെയെങ്കിലും അട്ടിമറി വരുത്താൻ കഴിയുമോ, ഇടിവുണ്ടാക്കാൻ കഴിയുമോ? വളരെ ആസൂത്രിതമായ ഒരു പ്രത്യയശാസ്ത്ര പ്രവർത്തനമാണിത്. അല്ലാതെ വെറുതെ CPIMനെയും ഗവൺമെന്റിനെയും നന്നാക്കി കളയാനുള്ള ചർച്ചയൊന്നുമല്ല. ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള CPIM മുഖങ്ങളിൽ ഒന്ന് അതിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയനാണ്. അപ്പൊ ആ പിണറായി വിജയൻ ഇതാ ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നെല്ലാം അകന്നുപോയ ഒരൊറ്റയാനായിരിക്കുന്നു, അദ്ദേഹം എന്തോ അഴിമതിക്കാരുടെ എല്ലാം തടവറയിലായിരിക്കുന്നു എന്ന് വരുത്തി തീർത്ത് അതുവഴി CPIMനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇപ്പോഴുള്ള സ്വീകാര്യതയിൽ എന്തെങ്കിലും തരത്തിൽ ഇടിവ് വരുത്താൻ കഴിയുമോ എന്ന ആസൂത്രിതമായ ഒരു പ്രത്യയശാസ്ത്ര പ്രവർത്തനമാണ് ഈ ചർച്ചയുടെ ഭാഗം. നിങ്ങൾ നോക്കൂ, 57-ലെ EMS ഗവൺമെന്റ് കൈക്കൊണ്ട നയങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുത്തുന്ന സമീപനമല്ലേ സഖാവ് പിണറായി വിജയന്റെ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്? പൊതുവിദ്യാഭ്യാസ നയം കേരളത്തിൽ കൊണ്ടുവന്നത് മുണ്ടശ്ശേരി മാഷ് മന്ത്രിയായിരുന്ന ഒന്നാമത്തെ EMS ഗവൺമെന്റ്. അതിനെ വിവിധ കാലങ്ങളിലുള്ള UDF ഗവൺമെന്റുകൾ ഏറ്റവും മോശമായ നിലയിലേക്ക് എത്തി. പ്രേമചന്ദ്രൻ കൂടി ഇപ്പം ഭാഗമായ UDFന്റെ 2011-16 കാലത്ത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ആന കയറിയ കരിമ്പിൻ തോട്ടം പോലെയായിരുന്നു. ഈ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ അതിനെ പുനരുജ്ജീവിപ്പിച്ചു. 4500ഓളം പുതിയ തസ്തികകൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ 4 വർഷം കൊണ്ട് സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മളിപ്പോ പറയുന്ന ആരോഗ്യ മേഖല, ഒന്നാമത്തെ EMS ഗവൺമെന്റിന്റെ പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, ഇതൊക്കെ ശരി, ഇതൊക്കെ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾ ഊന്നലുകൾ കൊടുക്കുന്ന മേഖല തന്നെയാണല്ലോ. ഇവിടെ സവിശേഷമായ ഒരു പ്രശ്നം വന്നിരിക്കുന്നു. സംവിധാനത്തെ ഇപ്പോ ആർദ്രം മിഷനിലൂടെ കേരളത്തിലെ LDF ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയി. അല്ല, അതൊക്കെ സമ്മതിച്ചു, നമ്മൾ ഒരുപാട് കാലമായി ചർച്ച ചെയ്യുന്ന കാര്യമാണല്ലോ. ഇവിടെ സവിശേഷമായി ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രശ്നങ്ങളാണല്ലോ ഈ ചർച്ചയ്ക്കൊക്കെ നിദാനമായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ചർച്ചയിലേക്ക് നയിക്കുന്ന ഘടകം. കേട്ടില്ല. ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങളാണല്ലോ ഒരു വ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ, നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നത്. അതല്ലാതെ പൊതുവിദ്യാഭ്യാസ രംഗത്തോ പൊതുജനാരോഗ്യ രംഗത്തോ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പാളിപ്പോയെന്നോ സമീപനത്തിൽ വ്യത്യാസമുണ്ടായെന്നോ ഉള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അല്ല, നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ. അഭിലാഷും ചേക്കുട്ടിയും അതുപോലെ തന്നെ പ്രേമേന്ദ്രനും ശ്രമിച്ചത് കേരളത്തിലെ ഈ പിണറായി വിജയൻ ഗവൺമെന്റ്
അടിസ്ഥാന ഇടതുപക്ഷ നിലപാടുകളിൽ നിന്ന് മാറിയിരിക്കുന്നു. 2006-11 കാലത്തെ VS ഗവൺമെന്റിന്റെ നിലപാട് പോലും ഈ ഗവൺമെന്റില്ല. എല്ലാ കാലത്തും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഊന്നിയിട്ടുള്ളത് ഈ പൊതു സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനാണ്. അത് 57-ലും അങ്ങനെയായിരുന്നു, 2006-ലും അങ്ങനെയാണ്, 2016-ലും അങ്ങനെയാണ്. പ്രേമേന്ദ്രൻ ഭാഗമായ UDF ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പെൻഷൻ 21 മാസം കുടിശ്ശികയാക്കി വെക്കുകയായിരുന്നു, കർഷക തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെ. ഈ ഗവൺമെന്റിന്റെ കാലത്ത് കടുത്ത സാമ്പത്തിക പ്രാരാബ്ധങ്ങൾക്കിടയിലും അതെല്ലാം കൊടുത്തു തീർത്തു. ഇങ്ങനെ അടിസ്ഥാന വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് IT, അതുപോലെ തന്നെ ഇ ഗവേണൻസ്, അതുപോലെ ഇലക്ട്രോണിക്സിന്റെ പുതിയ സംവിധാനങ്ങൾ, ഇത്തരം പുതിയ മേഖലകളിലേക്ക് കേരളത്തെ കൊണ്ടുപോകാം. അതിനാണ് കൺസൾട്ടൻസിയുടെ സഹായം തേടുന്നത്. അതിന് പുതിയ സാങ്കേതിക വൈദഗ്ധ്യം വേണം, അതിന് പുതിയ ടെക്നോളജിയുടെ ഓപ്ഷൻസ് വേണം. ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള പരിമിതമായ കൺസൾട്ടൻസി സഹായമല്ലാതെ ഇവരിപ്പോ ആക്ഷേപിക്കുന്നത് പോലെ ഒരു കൺസൾട്ടൻസി രാജ്യം കേരളത്തിൽ ഇല്ല. അങ്ങനെയൊന്നും കേരളത്തിൽ സംഭവിക്കാൻ CPIM-ഓ ഇടതുപക്ഷമോ അനുവദിക്കില്ല. നമ്മൾ എങ്ങനെയാണ് PWC വഴി സ്പേസ് പാർക്കിന്റെ പ്രോജക്ട് മാനേജറെ വെച്ചത്, ഓപ്പറേഷൻസ് മാനേജറെ വെച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടുണ്ട്. ഈ PWC വഴിയാണ് സ്പേസ് പാർക്കിന്റെ ഓപ്പറേഷൻസ് മാനേജർ വരുന്നത്. അപ്പോ എന്തിനാണ് കൺസൾട്ടൻസികളുടെ സേവനം തേടുന്നത്? എല്ലാ പദ്ധതിയിലും അല്ല കേട്ടോ, ഒരു പദ്ധതിയിലും കൺസൾട്ടൻസി വേണമെന്നല്ല. സർവീസ് നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ 40ഓളം സ്ഥാപനങ്ങളിൽ കൺസൾട്ടൻസി നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് PWCക്ക് കുഴപ്പമുണ്ടോ? നമുക്ക് നോക്കാം. ഇപ്പൊ അവര് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലെ 2ാമത്തെ പ്രതിയാണ് ഇപ്പൊ PWC, ഈ പറഞ്ഞ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ. അപ്പൊ PWC തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും പരിശോധിക്കും. അതുകൊണ്ട് നമ്മൾ ആകെ കാടടച്ച് എന്തോ ഇവിടെ പിണറായി വിജയൻ ഇടതുപക്ഷ ഗവൺമെന്റും എല്ലാ ഇടതുപക്ഷ മൂല്യങ്ങളെയും വ്യതിചലിച്ചു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ ചർച്ചയാണിത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തെയോ CPIM-നെയോ സഹായിക്കാനുള്ള അതിലേതെങ്കിലും തരത്തിൽ പെശകുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കോടിയേരി ഉദ്ധരിച്ച ജാഗ്രത വേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരാനുള്ള ഒന്നേ അല്ല. വളരെ 2006-ൽ നമ്മൾ കണ്ടതാണ് VS-നെയും പാർട്ടിയെയും രണ്ടാക്കുക, അന്നത്തെ രീതി. ശരി, ഓക്കെ, അതൊക്കെ പഴയ കഥ. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അതിനു മുൻപ് ശ്രീ ശിവശങ്കർ അങ്ങയിലേക്ക് വരാൻ താമസിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. ഈ സ്വർണ്ണ കള്ളക്കടത്തിൽ ഈ കൂട്ടർ സർക്കാരിന്റെ അടുപ്പം സമ്പാദിച്ച ചില ആളുകൾ ഉൾപ്പെട്ടു എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ ഈ പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകളോ കൺസൾട്ടൻസികളോ ടോട്ടൽ സർവീസ് പ്രൊവൈഡറോ ഒക്കെ BJPക്ക് ഒരു പ്രശ്നമാണോ? അതൊന്നും ഒരു സർക്കാർ സമീപനത്തിന്റെ ഭാഗമായി ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന അഭിപ്രായമുണ്ടോ? അല്ല, ഇവിടെ പൊതുവെ എല്ലാവരും പറഞ്ഞു വരുന്നത് പാർട്ടി നയം വളരെ നല്ലതാണ്, അത് ഇടതുപക്ഷവുമായിട്ട് വളരെ യോജിക്കുന്ന സമീപനങ്ങളാണ് CPM വളരെ കുറച്ച് നാളായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഭരണ സംവിധാനത്തിൽ PWCയുടെയോ മറ്റ് ചില കൺസൾട്ടൻസിയുടെയോ ആളുകൾ വെച്ച ചില തെറ്റായ ആളുകൾ അവർ ചെയ്ത കുഴപ്പങ്ങൾ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രനും മുസ്തഫയും പറഞ്ഞു വരുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടി നയങ്ങൾ ശ്രീ മുസ്തഫ പറയുന്നത് പോലെ തന്നെ ഭരണവുമായിട്ട് വളരെ യോജിക്കുന്നതാണ്, ഒരു സംശയവുമില്ല. കാരണം പ്രൈസ് വാട്ടർ കൂപ്പറിനെ സംസ്ഥാനത്തെ ഭരണകൂടം അംഗീകരിക്കുന്നുവെങ്കിൽ സംസ്ഥാനത്തെ സെക്രട്ടറി, CPM-ന്റെ സെക്രട്ടറി മിനി കൂപ്പർ കാറിൽ നടക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള ഓരോ അപ്പോയിന്റ്മെന്റിലും ഇത് അഭിലാഷെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അല്ലെങ്കിൽ അറിയുന്നത് പോലെ സംസ്ഥാനത്തെ സ്വപ്ന സുരേഷിനെയോ അരുൺ ബാലചന്ദ്രന്റെയോ മാത്രം അപ്പോയിന്റ്മെന്റിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. മറ്റു പല പോസ്റ്റുകളിലും ഇവിടെ PWC അടക്കമുള്ള പല കൺസൾട്ടൻസികളും യോഗ്യതയില്ലാത്ത ആളുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുള്ളതിന് തെളിവ് സഹിതം ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നാരായണസ്വാമി പ്രൊജക്ട് ഡയറക്ടറാണ് കൈറ്റിന്റെ. ഇദ്ദേഹം എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് എന്നത്? ഒരു വെറും ഡിപ്ലോമക്കാരനാണ്. ഇദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാന സർക്കാരിന്റെ പല പോസ്റ്റുകളിലുമുണ്ട്. ഇത് പലതവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ അരുൺ ബാലചന്ദ്രന്റെ വിഷയത്തിലും ഞാൻ നേരത്തെ സ്പ്രിംഗ്ലറിന്റെ ചർച്ച വന്നപ്പോൾ എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണിൽ തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ പറയുന്നത് എന്താ? ശ്രീ അരുൺ ബാലചന്ദ്രൻ ഇപ്പോൾ IIM-ന്റെ ക്വാളിഫൈഡ് ആണോ അല്ലേ എന്നുള്ള തർക്കത്തിലേക്ക് കൊണ്ടുപോകുന്നു. എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും, IIM-ന്റെ ഒരു യഥാർത്ഥ ക്ലാസ്സുകളിൽ പഠിച്ച് MBA പാസ്സാവണമെങ്കിൽ CAT-ൽ 95% മാർക്ക് വേണം. പക്ഷേ ഇവിടെ ഈവനിംഗ് ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ 8,70,75,000 രൂപ അവിടെ നൽകിയാൽ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യണമെന്നുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി കാണിച്ചാൽ അവിടെ അഡ്മിഷൻ കിട്ടുകയും അവിടെ തോറ്റതായിട്ട് ആരെയും ഞാൻ അറിഞ്ഞിട്ടില്ല ഈ എറണാകുളത്ത് ജീവിക്കുമ്പോൾ.
അപ്പൊ ഇത്തരത്തിലുള്ള യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ അവിടെ പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം സംസ്ഥാനത്തെ ഭരണകൂടം അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മാത്രമാണ് തെറ്റ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിയുടെ ഒരു നേതൃത്വം ഉണ്ടായാൽ എല്ലാം മാറ്റപ്പെടുമെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം പാർട്ടി കൂടി അറിയുന്ന പല തട്ടിപ്പുകളും ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന പല പോസ്റ്റിങ്ങുകളും KATയിലെ ഇവിടുത്തെ റിട്ടയർ ആവുന്ന ഒരു റഹീം എന്ന് പറയുന്ന ഒരു സീനിയർ ആയിട്ടുള്ള ജസ്റ്റിസ്, അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കാര്യമടക്കം അത് കോൺഗ്രസ്സുകാരനാണ്, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്, INTUCയുടെ ജില്ലാ നേതാവായിരുന്നു, അദ്ദേഹത്തിനെതിരെ വലിയ അഴിമതി ആരോപണമുണ്ട് എന്നാലടക്കം അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന കഫോപ്പസ കേസ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ നിന്ന് മാറ്റിക്കൊണ്ട് വേറൊരു ബെഞ്ചിലേക്ക് മാറ്റിയാണ് അത് ചെയ്തത്. അപ്പൊ ഇത്തരത്തിൽ കസ്റ്റംസുമായിട്ടും കള്ളക്കടത്തുകാരുമായിട്ടൊക്കെ വലിയ തട്ടിപ്പുപരമായ ബന്ധമുള്ള അവരെ സംരക്ഷിച്ചിട്ടുള്ള ആളുകളെ KATയുടെ ചീഫാക്കി വെക്കുന്നു, പ്രൊജക്ട് മാനേജരായിട്ട് ഡിപ്ലോമ ഹോൾഡറെ ഒരു പോസ്റ്റിൽ വെക്കുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞ 2-3 പോസ്റ്റുകളാണ്. ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങളുള്ള ആളുകളെ സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗമാക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ മാത്രമാണ് അതിനുള്ള ഒരു ആള് അല്ലെങ്കിൽ അതിനുള്ള കുറ്റവാളി എന്നുള്ളത് അഭിലാഷ് എനിക്ക് അംഗീകരിക്കാൻ വഴിയില്ല. ഞങ്ങളൊക്കെ ഇതുവരെ വിചാരിച്ചിരുന്നതും ആരോപിച്ചിരുന്നതും സംസ്ഥാനത്തെ CPMന്റെ അകത്ത് ചില തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായി. ആ നുഴഞ്ഞു കയറിയവരാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭരണമാണ് ഇവിടത്തെ ഈ ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ ഉപദേശകർക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകൂടമായി മാറിയിരിക്കുന്നു. ഇത് അഴിമതിയുടെ കൂത്തരങ്ങായിരിക്കുന്നു. IT ഡിപ്പാർട്ട്മെന്റ് എന്നാൽ ഇന്റർനാഷണൽ തട്ടിപ്പ് അതായി മാറിയിരിക്കുന്നു. ഈ ഭരണകൂടം അഴിമതിയുടെ, ഞാൻ സമയമുണ്ടെങ്കിൽ ബാക്കി കാര്യം പറഞ്ഞുതരാം. IT ഡിപ്പാർട്ട്മെന്റിലെ എറണാകുളത്ത് സ്മാർട്ട് സിറ്റിയിലും ഇൻഫോ പാർക്ക് തിരുവനന്തപുരത്തുമുള്ള 10-15 ഏക്കർ സ്ഥലം ഈ ഗ്രൂപ്പ് അരുൺ ബാലചന്ദ്രനും ശിവശങ്കരനും അടക്കമുള്ള ഗ്രൂപ്പുകൾ പല കമ്പനികൾക്കും വീതിച്ചു നൽകിയിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ വരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇപ്പോൾ അരുൺ ബാലചന്ദ്രൻ ആകട്ടെ അതുപോലെ തന്നെ ശിവശങ്കർ ആകട്ടെ ഇവരൊക്കെ പുറത്താണ് എന്ന് മാത്രമല്ല അന്വേഷണം നേരിടുന്നു. സ്വർണ്ണക്കടത്തിൽ ആളുകൾ NIA കസ്റ്റഡിയിലാണ്. NIAയും കസ്റ്റംസും ആ കാര്യം അന്വേഷിക്കുന്നു. ഈ അന്വേഷണം അതിന്റെ മുറയ്ക്ക് പോകുന്നു. ഇതൊരു പൊളിറ്റിക്കൽ തലത്തിലുള്ള, രാഷ്ട്രീയ തലത്തിലുള്ള ക്രമക്കേടോ അഴിമതിയോ അല്ല എന്നുള്ള നിലയ്ക്ക് ഇതിനപ്പുറം കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ? ഇപ്പൊ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു പ്രതിപക്ഷം, അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. ഇത് എത്ര കാലം മുന്നോട്ട് പോകും? പക്ഷേ അല്ല, ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് മുമ്പായി പൂർണ്ണമായും ചർച്ച എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. നിർഭാഗ്യവശാൽ ഏകപക്ഷീയമായി പോയി. സാങ്കേതിക തകരാറ് മൂലമാണ് എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാനും ശ്രീ മുസ്തഫയുടെ കാര്യങ്ങൾ കേൾക്കാത്തതുകൊണ്ട് പ്രതികരിക്കാനും കഴിയാതെ പോയത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റപ്ഷന്റെ ഇടയ്ക്ക് കേട്ട ചില വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന് വലതുപക്ഷ ജീർണത. എന്താണ് ഈ വലതുപക്ഷ ജീർണത? ഈ വലതുപക്ഷ ജീർണത ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു ഗവൺമെന്റാണെന്ന് കേരളം ഭരിക്കുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ഇത്രയും വലതുപക്ഷ പിന്തിരിപ്പൻ നയങ്ങൾ നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലോക മുതലാളിത്ത ശക്തികൾക്ക് വേണ്ടി ഒരു ദിവസം രാവിലെ സൂട്ടും കോട്ടും ധരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ധനമന്ത്രിയും കുത്തക മുതലാളിത്ത ശക്തികൾക്ക് വേണ്ടി സ്റ്റോക്ക് എക്സ്ചേഞ്ച് മണിയടിച്ച് തുറന്നുകൊടുത്ത ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് മുസ്തഫ സഖാവ് പിണറായി വിജയൻ. നിങ്ങൾ ഓരോ കേസുകളും നിങ്ങളെടുത്ത് പരിശോധിക്കും. നിങ്ങൾ പെൻഷന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. കേരള രൂപീകരണത്തിന് ശേഷം പെൻഷൻ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും പെൻഷൻ വെട്ടിക്കുറച്ച ആദ്യത്തെ ഗവൺമെന്റാണ് കേരളത്തിലെ നിങ്ങളുടെ ഗവൺമെന്റ്. ഞാൻ ഉദാഹരണം പറയാം. 2017 ജനുവരി 1 മുമ്പ് വികലാംഗയാണെങ്കിൽ, വൃദ്ധയാണെങ്കിൽ, അതുപോലെ വിധവയാണെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ വെട്ടിക്കുറച്ചു. എന്റെ വികലാംഗയായ ഒരാൾക്ക് കശുവണ്ടി തൊഴിലാളിയായി പ്രവർത്തിച്ചാൽ വികലാംഗ എന്ന പേരിൽ കിട്ടുന്ന പെൻഷൻ നിങ്ങൾ കുറവ് ചെയ്തു. 35 ലക്ഷം പേർക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന, പാവപ്പെട്ടവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ സംസ്ഥാനത്തിന്റെ ഖജനാവ് മുടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെട്ടിക്കുറച്ചു. എന്നിട്ട് ഈ രാജ്യത്ത് സ്വപ്ന സുരേഷിനും അരുൺ ബാലചന്ദ്രനും ഉൾപ്പെടെയുള്ള പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് വൻകിട കൺസൾട്ടൻസികൾക്ക് കോടികൾ വാരിക്കോരി കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഇടതുപക്ഷത്തിന്റെയും ഇടതുപക്ഷ നയത്തിന്റെയും പേര് പറയുന്നു. നയപരമായ നിലപാടുകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്ത് ഇടതുപക്ഷ നയം? ഈ ഗവൺമെന്റ് എത്രയോ ഭേദം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ഒന്നുമില്ലെങ്കിലും ചർച്ചയുണ്ടല്ലോ അവിടെ. അപ്പൊ അതുകൊണ്ട്
ഇടതുപക്ഷ നയത്തെ സംബന്ധിച്ച് ആധികാരികമായി ഇന്ന് പറയാൻ CPM-ന് കേരളത്തിൽ ഇന്നത്തെ ഭരണ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഒരു ധാർമ്മികതയും ആ ഗവൺമെന്റിനെ സംബന്ധിച്ചില്ല. പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തും ഒക്കെ കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്നിട്ടുള്ള 14 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നത് നിങ്ങൾ വെട്ടിക്കുറച്ചതാണല്ലോ ഏറ്റവും വലിയ ആരോഗ്യ രംഗത്ത് ചെയ്ത പ്രവർത്തനങ്ങളിൽ പ്രധാനം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിബേറ്റ് ചെയ്യാം. ഇവിടെ നടന്ന എന്നോട് അഭിലാഷ് ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച് ഞാൻ ഉത്തരം പറയാം. അതിൽ വളരെ പ്രധാനമായി പ്രസക്തമായിട്ടുള്ളത് രാഷ്ട്രീയമായി അല്ലാതെയുമുള്ള ഇത്തരം അന്വേഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പ്രശ്നത്തെ വളരെ രാഷ്ട്രീയമായി നിയമപരമായി നേരിടാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അരുൺ ബാലചന്ദ്രൻ ആരാണ്? അരുൺ ബാലചന്ദ്രൻ നേരത്തെ പ്രിയപ്പെട്ട ശ്രീ മുസ്തഫ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, ഈ അടുത്ത കാലത്താണ്. അല്ല, മുസ്തഫ വരുന്നുണ്ട്, മറന്നേക്ക് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അരുൺ ബാലചന്ദ്രനുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നിരവധി തട്ടിപ്പുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിച്ചതിന്റെ രേഖകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ അധോലോക സംഘം, ആ അധോലോക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഭൂമി ഇടപാടുകൾ, ആ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പലർക്കുമുള്ള ബന്ധങ്ങൾ, അതുപോലെ അവിടെ നടന്നിട്ടുള്ള വ്യാവസായിക സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുന്നതിന് വേണ്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോ എന്ന പേരിൽ നിങ്ങൾ എഴുതി കൊടുത്തു, അദ്ദേഹത്തിന് മുദ്ര വെച്ച കാർഡ് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും പറയുന്നു അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. ഇന്നാണല്ലോ പിരിച്ചുവിട്ട ഉത്തരവിറങ്ങിയത്. അദ്ദേഹത്തെ 2017 നിങ്ങൾ നിയമിച്ചതിന് ശേഷം 2019 ജൂലൈ മാസം നിങ്ങൾ ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോ എന്നതിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഹൈപ്പവർ ഡിജിറ്റൽ അഡ്വൈസറി കമ്മിറ്റിയിൽ ഡയറക്ടർ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻസ് ആയി 2019 ജൂലൈ മാസത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ നിയോഗിച്ചു. ഈ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പോൾ നിലവിലില്ലല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡയറക്ടർ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻസ് ഈ പറയുന്ന ഹൈപ്പവർ ഡിജിറ്റൽ അഡ്വൈസറി കമ്മിറ്റിയിലുണ്ട്. ജൂലൈ മാസം 3-ാം തീയതിയാണ് നിങ്ങൾ അദ്ദേഹത്തെ ഡ്രീം കേരള പ്രോജക്റ്റിൽ ഇതേ തസ്തിക വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഉത്തരവിറങ്ങിയത്. ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോ എന്ന അഡ്രസ്സോടുകൂടി ഡെസിഗ്നേഷനോടുകൂടിയാണ് ഈ അരുൺ ബാലചന്ദ്രന്റെ പേരിൽ നിങ്ങൾ ഗവൺമെന്റ് ഉത്തരവിറക്കിയത് ഡ്രീം കേരളയിൽ. ഇന്ന് നിങ്ങൾ ഉത്തരവിറക്കി അദ്ദേഹത്തെ ആ തസ്തികയിൽ നിന്ന് മാറ്റിയെന്ന്. ആ മാറ്റുമ്പോഴും അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ നിങ്ങൾ മാറ്റിയിട്ടില്ല, ഇപ്പോഴും പറയുന്നു. അപ്പൊ മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ, വിശ്വസനീയതയുണ്ടോ? എന്തിനീ കളവ് പറയുന്നു? അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം. സുതാര്യതയോടുകൂടി അതുകൊണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ലൈൻ പറയാം, രാഷ്ട്രീയമായി ഈ പ്രശ്നം നേരിടും. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിജിലൻസ് കോടതിയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളിലും സമീപിക്കാൻ തന്നെ. ഇത്രയും കുത്തഴിഞ്ഞ ഒരു ഓഫീസ് സംവിധാനവും ഇതിന്റെ ഉത്തരവാദിത്വം ഒരു സംശയമുണ്ട്, വൈക്കേരിയസ് റെസ്പോൺസിബിലിറ്റിയെ സംബന്ധിച്ചൊക്കെ കേരളത്തെ പഠിപ്പിച്ച ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചൊക്കെ പഠിപ്പിച്ച CPM-നും മുഖ്യമന്ത്രിക്കും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയമായും ധാർമ്മികമായും ഒരു പരിധിവരെ നിയമപരമായും മുഖ്യമന്ത്രിയായി തുടരാൻ അവകാശമില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട്. ശരി, ഓക്കെ. അവിടെയാണ് ശ്രീ VPP മുസ്തഫ. നോക്കൂ, ഈ ടെഡെക്സിൽ ഈ അരുൺ ബാലചന്ദ്രൻ നടത്തിയ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ IAS കേഡർ ഉള്ളതുപോലെ ഒരു മാനേജ്മെന്റ് കേഡർ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുകയാണ്, ഞങ്ങളാണ് അതിന്റെ ആദ്യത്തെ ആളുകളെന്ന് അദ്ദേഹം സർക്കാരിന്റെ വലിയ ആളായിട്ടാണ് സ്വയം അവതരിച്ചിരുന്നത്. അദ്ദേഹത്തിന് സർക്കാർ മുദ്രയുള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ യോഗ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഈ മാസം ഇറങ്ങിയ സർക്കാർ ഉത്തരവിൽ, ഡ്രീം കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ സർക്കാർ ഉത്തരവിൽ പോലും IT ഫെലോ ചീഫ് മിനിസ്റ്റർ എന്ന് രേഖപ്പെടുത്തപ്പെട്ട ആൾ ഇപ്പോൾ ഉള്ള ആളല്ല, അയാൾ ഇപ്പോൾ IT ഫെലോ അല്ലല്ലോ, അദ്ദേഹം കഴിഞ്ഞ വർഷം മാറ്റപ്പെട്ട ആളാണല്ലോ എന്നൊക്കെയുള്ള ന്യായീകരണം എങ്ങനെയാണ് ചെലവാവുക? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലെയുള്ള അല്ലെങ്കിൽ ഭരണസിരാ കേന്ദ്രം പോലെയുള്ള സുപ്രധാന ഇടങ്ങളിൽ ഇതുപോലെയുള്ള ദുരൂഹതയുള്ള സ്ഥാപിത താല്പര്യങ്ങളുള്ള ആളുകൾ കയറിക്കൂടുന്നു എന്നുള്ളത് ഒരക്ഷന്തവ്യമായ രാഷ്ട്രീയ അപരാധമായി CPIM കാണുന്നില്ലേ? വളരെ കൃത്യമായിട്ട് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അത് സംബന്ധിച്ചിട്ടുള്ള നിലപാടുകൾ എത്രയോ തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. അത് ശിവശങ്കർ ആയാലും അരുൺ ബാലേന്ദ്രനായാലും, പേര് പ്രത്യേകം പറയേണ്ട കാര്യമില്ലോ, ആരായാലും ശരി, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വെള്ളം കുടിക്കും, അവർ ശിക്ഷ വാങ്ങിക്കും. അതിലൊന്നും ഒരു തരത്തിലുമുള്ള സംരക്ഷണവും ഗവൺമെന്റോ പാർട്ടിയോ നൽകില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? നമ്മുടെ ചർച്ചയുടെ സ്വഭാവത്തിന്റെ രീതി എന്താ? അതാണ് ഞാൻ പറയുന്നത്. പ്രേമചന്ദ്രൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താ? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇന്ന് വരെ ഉണ്ടായതിൽ ഏറ്റവും അപമാനകരമായ സംഗതി എന്നൊക്കെയാണ്
പക്ഷേ അങ്ങനെയൊക്കെ എത്ര നാൾ ഇങ്ങനെ ഈ കിട്ടുന്ന ചില അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് പൊതുവൽക്കരിച്ച് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കഴിയും? ജനത്തിന് കൃത്യമായിട്ട് ബോധ്യമുണ്ടല്ലോ എന്താണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഓഫീസിലുണ്ടായിരുന്ന അവസ്ഥ എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ കസേരയിൽ തന്നെ ആരാണ് വന്നിരുന്നത് എന്നുള്ളത് അന്ന് ലോകം കണ്ടതാണല്ലോ. അന്ന് ഏതൊക്കെ തരത്തിൽ ഈ പറഞ്ഞ മറ്റ് കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്. അതൊക്കെ ശരിയാക്കാൻ വന്നവരല്ലേ LDF? ശ്രീ മുസ്തഫ, LDF വരും, എല്ലാം ശരിയാകുമെന്നല്ലേ പറഞ്ഞത്? മാഹിക്കാരനായ PK ഫയാസ് എങ്ങനെയാണ് ജിക്കു മോൻ അന്നത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നാട് കണ്ടിട്ടുള്ളതാണ്. എത്ര മോശമായിരുന്നു അവസ്ഥ. അതുപോലെ ഒരു സാഹചര്യം ഉണ്ടോ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച്? നിങ്ങൾ തന്നെ പറ. നമുക്ക് അങ്ങനെ ഒന്ന് പരിശോധിച്ചു പോലെ ഇപ്പൊ എത്ര ദിവസമായി NIA അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ BJPയുടെ നേതാവ് പറഞ്ഞല്ലോ ആകെ എന്തോ കൊള്ളരുതാത്ത ഓഫീസാണ് എന്നുള്ളതൊക്കെ. നിങ്ങൾ പറ, നിങ്ങളുടെ NIA അല്ലേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തേ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരാളെയും ഇനിയും നിങ്ങൾക്ക് കസ്റ്റഡിയിൽ പോലും എടുക്കാൻ കഴിയാത്തത്? ശിവശങ്കറിനെ തന്നെ 9 മണിക്കൂർ ചോദ്യം ചെയ്തല്ലോ. പക്ഷെ മറ്റ് ഈ കേസിൽ ഇപ്പൊ 15ഓളം പേർ അറസ്റ്റിലായില്ലേ? പലരെയും കിട്ടിയ മൊഴികളുടെ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളുടെ മൊഴി അനുസരിച്ച് പോകുന്നു, ചോദ്യം ചെയ്യുന്നു, 10-20 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിൽ താഴെ ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു, പോകുന്നു. എന്താ ഇവിടെ വരാത്തത്? അപ്പൊ അതുകൊണ്ട് പൊതുവൽക്കരണം നടത്തി നമ്മൾ ആകെ മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. കൃത്യമായി സൂക്ഷ്മമായി അപഗ്രഥിക്കൂ. അവിടെ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഈ വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിൽ ബന്ധിപ്പിക്കാവുന്ന ഒരു തെളിവും ഇതുവരെ NIA പോലും ഹാജരാക്കിയിട്ടില്ലല്ലോ. അങ്ങനെ ഹാജരാക്കി കേന്ദ്ര ഏജൻസിയല്ലേ? ശരി, അവിടെയാണ് ശ്രീ ശിവശങ്കർ. ഇപ്പോ കേന്ദ്ര ഏജൻസികൾ കസ്റ്റംസും NIAയും അന്വേഷിക്കുകയാണല്ലോ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ട ആളുകളുടെ ഷെയ്ഡി ഡീൽസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കട്ടെ, അത് അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഇപ്പോഴത്തെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. കൂടുതൽ പ്രതികൾ ഉണ്ടാകുന്നുണ്ട്, അവരുടെ തട്ടിപ്പ് വെളിവാകുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്ത് അത് ശരിയല്ലേ? മുസ്തഫ, താങ്കൾ വിചാരിക്കുന്നത് പോലെ സംസ്ഥാനത്തെ പോലീസ് ഒരു അന്വേഷിക്കുന്നത് പോലെ ആദ്യമേ അറസ്റ്റ് ചെയ്യുക, പ്രത്യേകിച്ച് IAS ഓഫീസേഴ്സിനെ ആയാലും അതല്ലെങ്കിൽ താങ്കളുടെ മന്ത്രിസഭയിലുള്ള ചില മന്ത്രിമാരെ ആയാലും ആദ്യമേ അറസ്റ്റ് ചെയ്യുക, പുറകെ അതിനുള്ള തെളിവുകൾ ഉണ്ടാക്കുക എന്നുള്ള നയമല്ല കേന്ദ്ര ഏജൻസികളും BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും അനുവർത്തിച്ചു വരുന്നത്. സംസ്ഥാനത്ത് NIA അന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ്. അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായ തെളിവുകളും അതിന് പിൻബലമാകുന്ന സാക്ഷികളെയും മറ്റു തെളിവുകളും വരികയാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും 9 മണിക്കൂർ ചോദ്യം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഒരു IASകാരന്റെ ഫോൺ വരെ എടുത്തുകൊണ്ടുപോകുന്നു NIA എന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തിന് അതിൽ വലിയ പങ്കുണ്ട്. അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാനും വീണ്ടും അറസ്റ്റ് ചെയ്യാനും പോകുന്നു എന്ന് തന്നെയാണ് എനിക്ക് ബലമായ വിശ്വാസമുള്ളത്. 1. 2, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ തന്റെ കൂടെയുള്ള അല്ലെങ്കിൽ CM ഫെല്ലോ IT എന്ന അരുൺ ബാലചന്ദ്രനെ പോലും ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കള്ളക്കടത്ത് രാജ്യവിരുദ്ധ സംഘത്തിന് ഓഫീസും അദ്ദേഹത്തിന്റെ റൂമും ബുക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ കൂടുതൽ എന്ത് ആരോപണമാണ് സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി നേരിടേണ്ടി വരിക? ഇതൊന്നും അറിയാത്ത ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ആ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് അവിടെ ഇരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കീഴിലാണല്ലോ ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിൽ വരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുഴുവൻ അദ്ദേഹം നിത്യവും കാണേണ്ടതല്ലേ? അപ്പോൾ ഇത്തരത്തിൽ തന്റെ കീഴിലിരിക്കുന്ന ആളുകൾക്ക് മതിയായ വിദ്യാഭ്യാസ യോഗ്യതയില്ല, അവർ നിരന്തരം കുടിച്ചു കൂത്താടുന്നു. മാത്രമല്ല ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ട് രാജ്യദ്രോഹ സംഘങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന് നിരന്തര ബന്ധമുണ്ട് തന്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് എന്ന് മനസ്സിലാക്കാത്ത മുഖ്യമന്ത്രിയെ പിന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്തിനാണ് രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഇരുത്തുവാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്? അതാണ് BJP ഉന്നയിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. അവിടെ ശ്രീ NP ചെക്കുട്ടി, കഴിഞ്ഞ സർക്കാരിനേക്കാൾ നല്ലതാണോ ഈ സർക്കാർ, ഈ സർക്കാരിനേക്കാൾ മോശമാണോ കഴിഞ്ഞ സർക്കാർ എന്നുള്ള താരതമ്യ പഠനമാണോ ഇവിടെ നമ്മൾ അളവുകോലായി വെക്കേണ്ടത്? അല്ല, അങ്ങനെയല്ല. ഈ സർക്കാർ എന്താണോ ജനങ്ങളോട് ചെയ്യാമെന്ന് ഏറ്റത് അത് ചെയ്യുന്നുണ്ടോ? ഈ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ? അതെല്ലാം നോക്കണ്ട. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ സർക്കാർ തുടരാണെങ്കിൽ അത് നമ്മൾ ജനങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കുമായിരുന്നല്ലോ. കഴിഞ്ഞ സർക്കാരിനെ മാറ്റി ഈ സർക്കാരിലേക്ക് വന്നു. ഈ സർക്കാർ കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ചിട്ടുണ്ട്, ഒരു ഡെവലപ്മെന്റ് അജണ്ട വെച്ചിട്ടുണ്ട്, ഒരു മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ വരുന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണ് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 4
വർഷമായിട്ട് ഞാൻ കാണുന്നത്. അത് ഞാൻ നേരത്തെ വിശദീകരിച്ചു. IT വകുപ്പിൽ എന്ത് സംഭവിച്ചു, പോലീസ് വകുപ്പിൽ എന്ത് സംഭവിച്ചു, ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെ വേറൊരു വിഷയമുള്ളത് നമ്മൾ സത്യത്തിൽ നോക്കേണ്ടത്. ഇപ്പോൾ ഈ പോലീസ് അന്വേഷണം നടക്കുന്നു. ഈ പോലീസ് അന്വേഷണം കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ആരെയൊക്കെ അറസ്റ്റ് ചെയ്യില്ല, ആരെയൊക്കെ ചോദ്യം ചെയ്യില്ല, നമുക്ക് എന്താ ഉറപ്പ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ആള് 9 മണിക്കൂർ ചോദ്യം ചെയ്തു. അടുത്ത തവണ എന്തുകൊണ്ടാണ് 4 വർഷമായിട്ട് നിങ്ങൾ ഇദ്ദേഹത്തെ ഈ സ്ഥാനത്തിരുത്തിയത്? ഈ കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് യഥാർത്ഥത്തിൽ ഒരുപാട് സംശയത്തിന്റെ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. ആ നിലയിൽ ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. ഇത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തനങ്ങൾ പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്, അതല്ലാതെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വമുണ്ട്. ഒരു പക്ഷേ നാളെ മുഖ്യമന്ത്രിയെ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരത്തെ കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി 14 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും നിയമം ബാധകമാണല്ലോ. ശരി, അതാണ് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ ചെറിയൊരു റിയാക്ഷൻ ശ്രീ VPP മുസ്തഫ. അങ്ങനെ ഒരു സാഹചര്യം, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എന്തുണ്ടായോ അത് അതേപടി ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ല. പിണറായി വിജയന്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടിനെ കുറിച്ചും ബോധ്യമുള്ള ജനതയാണ് കേരളത്തിലുള്ളത്. അവരത് അംഗീകരിച്ചിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിന്റെ കരുത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, എന്നെ അന്വേഷിക്കുന്നുണ്ട്, അന്വേഷണ ഏജൻസികളുണ്ട്, എന്റെ ഓഫീസിലേക്കും എത്തുന്നുണ്ടെങ്കിൽ എത്തട്ടെ എന്ന് ഇതുപോലെ പറഞ്ഞു. അല്ലാതെ മനസാക്ഷിയുടെ കോടതിക്ക് വിടുന്നു, മറ്റേ കോടതിക്ക് വിടുന്നു എന്നൊന്നും ബബ്ബ പറയുകയല്ല ചെയ്തത്. വളരെ ആത്മവിശ്വാസത്തോടെ ജനങ്ങളോട് പറയുകയാണ് ചെയ്തത്. അന്വേഷണം എന്റെ ഓഫീസിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എത്തട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പറയാനുള്ള ആർജവം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ശരി, ഓക്കെ. ശ്രീ NK പ്രേമേന്ദ്രൻ, ഒരു 30 സെക്കൻഡ്, നമുക്ക് സമയം അവസാനിച്ചു, അതുകൊണ്ടാണ്. ഒറ്റ കാര്യം എനിക്ക് വളരെ പരിമിതമായ സമയമാണ് ശബ്ദത്തിന്റെ പ്രശ്നം കാരണം ലഭിക്കാതെ പോയത്. അതായത് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് ആരോപണ വിധേയനായിട്ടുള്ള ടെന്നി ജോപ്പൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് അന്നത്തെ ഗവൺമെന്റാണ്. 67 ദിവസമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ ഗവൺമെന്റ് ഏതെങ്കിലും സ്വമേധയാ ഒരു അന്വേഷണം നടത്തി ഒരു നടപടി ഈ കാര്യത്തിൽ സ്വീകരിച്ചോ? സ്വീകരിക്കാൻ കഴിയില്ല. മടിയിൽ കനമുണ്ട്, വഴിയിൽ ഭയന്നേ മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് തുടരുന്നത്. ധാർമ്മികമായും രാഷ്ട്രീയമായും നിയമപരമായും ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ച. ശരി, നമുക്ക് സമയം അവസാനിച്ചു. വളരെ നന്ദി ശ്രീ NK പ്രേമേന്ദ്രൻ, ശ്രീ VPP മുസ്തഫ, ശ്രീ ശിവശങ്കർ, ശ്രീ NP ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്.